സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ സബ്ഷെല്ലുകളിൽ എങ്ങനെ ഇലക്ട്രോൺ വിന്യസിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പൂരണം ചെയ്യാം, ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ സബ്ഷെൽസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് ഇൻ സബ്ഷെൽസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ 9ാം ക്ലാസ്സിൽ ഒക്കെ ആയിട്ട് ആറ്റത്തിലെ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷെല്ലുകളുടെ ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തിരുന്നത്, പൂരണം ചെയ്തിരുന്നത്. ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുന്നത് ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലിലാണ്, ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ള ഷെല്ലിലാണ് ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരുന്നത്. പിന്നീട് അതിനേക്കാൾ എനർജി കൂടിയ ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. അങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്തു വരുന്ന ഓർഡറിൽ, ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകളെ പൂരണം ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഷെൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ഷെല്ലിലെ ഊർജനിലകൾ കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകളെ നമ്മൾ പൂരണം ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അതാണ് കെ ഷെല്ലിൽ ആദ്യം ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തിട്ട് ദെൻ അത് പൂരണം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കടക്കുള്ളൂ, അടുത്ത ഷെല്ലായിട്ടുള്ള എല്ലിലേക്ക് കടക്കുള്ളൂ. പിന്നീടാണ് എമ്മിലേക്ക് പോവുക. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേ ഒരു ക്രമം തന്നെയാണ് നമ്മൾ സബ്ഷെല്ലിലും പിന്തുടർന്നു പോരുന്നത്. അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ, അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം ചെയ്യുന്ന ക്രമം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ക്രമം തന്നെയാണ്. അതായത് ഊർജനില കൂടി വരുന്ന ക്രമമാണ് നമുക്ക് പഠിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഊർജനില കൂടി വരുന്ന ക്രമത്തിൽ. ഓക്കെ, ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ സബ്ഷെൽസ് ഇൻ ദർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. സബ്ഷെല്ലുകളുടെ ഊർജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ പൂരണം ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെടുന്നത്. ഇതാണ് നമ്മുടെ തത്വം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഷെല്ലുകളിലെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഫില്ല് ചെയ്യുക. ക്ലിയർ, മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അവർ പറഞ്ഞത്, ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ സബ്ഷെൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ദിസ് ഈസ് നോൺ ആസ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതെങ്ങനെയാണ് എഴുതുക എന്നുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു, ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലാണ് കെ എന്ന്, പിന്നെ കൂടിയതാണ് എൽ എന്ന്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് കുറെ സബ്ഷെല്ലുകൾ ഉള്ളതിൽ ഏറ്റവും ഊർജം കൂടിയത് ഏതാണ്, ഏറ്റവും ഊർജം കുറവുള്ള സബ്ഷെൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഓക്കെ, അതിന് നമുക്ക് ഒരു വഴിയുണ്ട്. അല്ലേ, ആ വഴി കണ്ടെത്തുന്ന മാർഗങ്ങൾ നിങ്ങൾ എന്താ പറയുക, ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ മാത്രമേ പഠിക്കുള്ളൂ. നമുക്കിവിടെ ഊർജം കുറവുള്ള സബ്ഷെൽ ഏത്, ദെൻ അതിനേക്കാൾ ഊർജം കൂടിയ സബ്ഷെൽ ഏത്, അതിനേക്കാൾ ഊർജം കൂടിയ സബ്ഷെൽ ഏത് എന്ന ആ ക്രമം മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഊർജ നിലകളുടെ ക്രമമാണ് ആവശ്യമുള്ളൂ. ഊർജനിലകൾ എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ടില്ല. അത് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ദെൻ അതിന്റെ ഓർഡർ, അതായത് സബ്ഷെല്ലുകളുടെ ഊർജനില കൂടി വരുന്ന ക്രമം മാത്രമേ നമുക്ക് പഠിക്കുള്ളൂ. അത് വെച്ചിട്ടാണ് ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാലും കാണാം, നമ്മൾ ഓരോ സബ്ഷെല്ലുകളുടെ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s അങ്ങനെയുള്ള
എല്ലാ സബ്ഷെല്ലുകളുടെയും ഊർജം നമ്മൾ കണ്ടുപിടിക്കണം. ഊർജ്ജനില കണ്ടുപിടിച്ചു പറഞ്ഞു. കണ്ടുപിടിക്കുന്ന വഴിയൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണോ, അതിന്റെ ഊർജ്ജനില കണ്ടുപിടിച്ചു. എന്നിട്ട് കൂടിയ ക്രമത്തിൽ അവര് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഗ്രാഫിക്കലായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കുക, 1s ഏറ്റവും എനർജി കുറവ് അല്ലെ, അതിനേക്കാൾ ഊർജ്ജനില കൂടുതലാണ് 2s. നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. 1s ഊർജ്ജനില കൂടുതലാണ് ആർക്ക്? 2s. 2s ഊർജ്ജം കൂടുതലാണ് 2p. 2p ഊർജ്ജനില കുറച്ച് കൂടുതലാണ് 3s. 3s ഊർജ്ജനില കൂടുതലാണ് 3p. 3p ഊർജ്ജനില കൂടുതലാണ് ആർക്ക്? 3d അല്ലെ. നമ്മൾ പഠിച്ച ഓർഡറൊക്കെ തന്നെയാണ്. ഇനി 4th ഷെല്ലിലെ, 4ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന്റെ ഊർജ്ജനില ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ 3d കൂടുതലാണോ? അത് അല്ല. അപ്പോ 3d എനർജി കുറച്ച് കുറവാണ് ആർക്ക്? 4s. അതായത് 3ാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിനേക്കാളും എനർജി കുറവാണ് 4ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോ 4ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന് 3ാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിനേക്കാളും എനർജി ഇങ്ങനെയാണ്, കുറവാണ്. ക്ലിയർ? അപ്പൊ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ 3Dയിലും 4s വന്നു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോൺ കൊടുക്കേണ്ടത് എവിടെയാണ്? ഊർജം കുറവുള്ള 4s സബ്ഷെല്ലിലാണ്. മനസ്സിലായോ? 3Dക്ക് നേരിട്ട് കൊടുക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഊർജ്ജനില നമ്മൾ പഠിച്ചു വെക്കണം. അത് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ആ ഭാഗം മാത്രം പഠിച്ചു, ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ്, അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ വരുന്നത് 4s 4p അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ 3D നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കാണാം, 3D ഊർജ്ജനില കൂടുതലാണ് ആർക്ക്? 4p. ക്ലിയർ? അപ്പൊ ഊർജ്ജനിലയുടെ ഓർഡർ നമുക്കൊന്ന് പറയുകയാണെങ്കിൽ 1s അതിനേക്കാളും ഊർജ്ജനില കൂടിയതാണ് 2s, അതിനേക്കാളും കൂടിയതാണ് 2p, അതിനേക്കാളും കൂടിയതാണ് 3s, അതിനേക്കാളും കൂടിയതാണ് 3p, അതിനേക്കാളും കൂടിയതാണ് ഏത്? 3D. പക്ഷേ അടുത്ത ഷെല്ലിലെ 4s എനർജി കുറവായതുകൊണ്ട് നമ്മൾ 3p കഴിഞ്ഞാൽ പിന്നെ ഊർജം കൂടിയതാർക്കാണ്? 4s. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് പറയും? 3D പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര് പറയുന്നു? 4p നമ്മൾ കടക്കുന്നു. നമുക്ക് അനുവദിച്ചിട്ടുള്ള സബ്ഷെല്ലുകളൊക്കെ വെച്ചിട്ട് ഓക്കെ, നമുക്ക് എഫ് വരെയുള്ള സബ്ഷെല്ലുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഇതവര്, അല്ല മൂലകങ്ങൾക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 4p വരെ ധാരാളമാണ്. ഓർഡർ 4p വരെ ഉള്ളത് വളരെയധികം ധാരാളമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് അധികം ആവശ്യം വരുന്നില്ല ഉപയോഗിക്കാൻ. എവിടെ? 10ാം ക്ലാസ്സിൽ നമുക്ക് ആവശ്യം വരുന്നില്ല അധികം. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ 4p വരെ ഉള്ളത് പഠിച്ചാൽ മതി. അവിടെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ 4p വരെ ഉള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അതിപ്പോ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക അല്ലെ. 1s 2s 2p 3s 3p. അവിടെ വരെ നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ സാധാരണ പറയുന്ന ഓർഡർ തന്നെയാണ്. 1ാമത്തെ ഷെല്ലിലെ 1s, 2ാമത്തെ ഷെല്ലിലെ 2s 2p, 3ാമത്തെ ഷെല്ലിലെ 3s 3p. പിന്നീട് 3D പറയുന്നതിന് മുൻപ് ആരാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 4s പറഞ്ഞിരിക്കുന്നത്. കാരണം 3D ഊർജം കുറവാണ്, എനർജി കുറവാണ് ആർക്ക്? 4s. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് നമ്മൾ കണക്കാവും. പിന്നീട് 4p കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പൊ ഓർഡർ നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് നോക്കി. ഇപ്പൊ തന്നെ 1s 2s 2p 3s 3p 4s. ക്ലിയർ? then 3D then 4p. അവിടെ വരെ മതി, നമുക്ക് ധാരാളമാണ്. അവിടെ വരെ ഉപയോഗിക്കാവുന്നത് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അത് പഠിച്ചില്ലേ? 1s 2s 2p 3s 3p 4s 3d. ക്ലിയർ? then 4p. ക്ലിയർ അല്ലേ? ഓക്കെ. then അത് പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു എളുപ്പ വഴി പറയുന്നുണ്ട് അവർ. കണ്ട ഓർഡർ ഒന്ന് നോക്കിയേ അല്ലേ. 1s കഴിഞ്ഞിട്ട് ഒരു വര നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരയ്ക്കുന്നു. ക്ലിയർ അല്ലേ? അടിയിലേക്ക് വരച്ച് വീണ്ടും അത് ആ 1s അതായത് നമ്മൾ ആ പിക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഷെല്ലിലെ സബ്ഷെല്ലാണ് 1s കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഷെല്ലിലെ എന്താണ്?
2s 2p. മൂന്നാമത്തെ ഷെല്ലിൽ മൂന്നാമത്തെ വരി എന്താ? മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് 1s 3s 3p 3d. ദെൻ നാലാമത്തെ വരിയിലോ നാലാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് 4s 4p 4d 4f. അങ്ങനെ പോകും. അഞ്ചാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളാണ് ഏതൊക്കെ വരുന്നത്? ദെൻ 5s 5p അങ്ങനെയൊക്കെ വരും. ക്ലിയർ? അതിൻ്റെ ഓർഡർ നോക്കി നിങ്ങൾ. ഒന്നാമത്തെ വരി കഴിഞ്ഞാൽ ദെൻ ഒന്നാമത്തെ വരിയുടെയും രണ്ടാമത്തെ വരിയുടെയും ഇടയിലൂടെ തിരിച്ചു പോവുകയാണ് റൈറ്റിലേക്ക്, വലതുവശത്തേക്ക്. അല്ലാതെ 1s കഴിഞ്ഞിട്ട് 2s കൂടെ അല്ല പോണത്. ശ്രദ്ധിച്ചോ? നമുക്ക് ആ പഠിക്കാനുള്ള വഴി പറയുന്നതാണ്, ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വരിയുടെയും രണ്ടാമത്തെ വരിയുടെയും ഇടയിലൂടെ വലതുവശത്തേക്ക് കടന്നിട്ടാണ് 2sന്റെ ഭാഗത്തേക്ക് വരുന്ന ഓർഡർ. ദെൻ 2s കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരണേ? നേരെ തിരിച്ച് ഡയഗണലായിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ദെൻ രണ്ടാമത്തെ വരിയുടെ ഉള്ളികൂടെ പോയിട്ട് 2s ദെൻ അല്ലേ 2s കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വരുന്നു 2pയിലേക്ക് വരുന്നു. 2s കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോയിട്ട് അല്ലേ അങ്ങനെ വന്നിട്ട് 2s കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും 2pയിലൂടെ അത് ഡയഗണലായിട്ട് എങ്ങോട്ട് കിടക്കുന്നു? 3sലേക്ക് കിടക്കുന്നു. ഇനി മൂന്നാമത്തെ വരിയുടെയും നാലാമത്തെ വരിയുടെയും ഇടയിലൂടെ അത് മുകളിലേക്ക് കടന്നിട്ട് 3pയിലേക്ക് വരും. ദെൻ 3p കഴിഞ്ഞ് അതിൻ്റെ ഇടയിലേക്ക് എഴുതി വരുന്നു 4s. അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ? നിങ്ങൾ പലപ്പോഴും അത് എഴുതി പഠിക്കുമ്പോഴേ തെറ്റിക്കാറുണ്ട് കുട്ടികൾ. കാരണം വെച്ചാൽ 1s കഴിഞ്ഞ് നേരെ 2sൻ്റെ കൂടെ മുകളിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. 1s കഴിഞ്ഞിട്ട് 1sന് 2sൻ്റെ ഇടയിൽ കൂടെ റൈറ്റിലേക്ക് മുകളിലേക്ക് പോവാം. എന്നിട്ട് 2sൻ്റെ ഉള്ളിൽ കൂടെ 2s മോടേക്ക് 2sൽ കൂടെ താഴേക്ക് വരിക ലെഫ്റ്റിലേക്ക്. എന്നിട്ട് പിന്നെ 2sൻ്റെയും 3sൻ്റെ ഇടയിൽ കൂടെ കയറുക. എന്നിട്ട് അത് 2pയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് അത് പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓർഡർ പഠിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഏത് ആ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓർഡർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ സബ്ഷെൽ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി എന്ന് പറഞ്ഞിട്ട് 1s നമ്മൾ പഠിച്ചതാണ്. 1sനേക്കാളും എനർജി കൂടുതലാണ് 2sന് അല്ലെ. 1s ഈസ് ഗ്രേറ്റർ ദാൻ 2s. അത് വലുപ്പത്തിലല്ല കേട്ടോ ഉദ്ദേശിക്കണേ, ഊർജ്ജ നിലയുടെ അടിസ്ഥാനത്തിലാണ്. സോ 1s ഈസ് ഗ്രേറ്റർ ദാൻ 1s ഈസ് ലെസ് ദാൻ 2s ലെസ് ദാൻ 2p. അങ്ങനെ 1s 2s 2p 3s 3p 3s 4s 3d അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകണം. 4p അങ്ങനെ അവസാനിക്കുന്നു. അപ്പോൾ ഓർഡർ നമ്മൾ പഠിച്ചതല്ലേ, ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. 1s 2s 2p 3s 3p അത് കഴിഞ്ഞാൽ ഏതാ വരിക? 4s 3. ക്ലിയർ അല്ലേ? ദെൻ 4p അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വെച്ച് ഉൾക്കൊള്ളുന്നു, പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. നമ്മളതും കൂടെ ശ്രദ്ധിക്കണം. എന്താ എസിൽ 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ 2 തന്നെ എപ്പോഴും കൊള്ളണമെന്നില്ല, അതിലും കുറവ് എത്ര വേണമെങ്കിലും വരാം. ക്ലിയർ? പിയിൽ 6 കൊള്ളുമെന്ന് വെച്ചാലും മാക്സിമം 6 കൊള്ളുള്ളൂ. പക്ഷെ അതിനർത്ഥം 6 തന്നെ എപ്പോഴും വേണം എന്നല്ല. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. ഓക്കെ? അപ്പോൾ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. ഇനി എങ്ങനെയാണ് ഒരു സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ അത് എഴുതുക എന്ന് നമ്മൾ നോക്കാം. ഓക്കെ? അതിൽ എഴുതിയിട്ട് നോക്കൂ. നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? 3p3 അല്ലേ? അത് വായിക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ. 3p3. മൂന്നാമത്തെ ഷെല്ലിൽ പി സബ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 3p എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 3p എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിലെ പി സബ് ഷെല്ലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ സോറി കേട്ടോ, അതിന് ഇൻട്രപ്ഷൻ വന്നതിന് ക്ഷമിക്കണം. മൂന്നാമത്തെ ഷെല്ലിൽ 3p ആണ് വരുന്നത്. അതിൽ 3 ഇലക്ട്രോണുകൾ അവിടെ വരുന്നുണ്ടെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇലക്ട്രോണുകൾ എഴുതേണ്ടത് എവിടെയാണ്? ശ്രദ്ധിച്ചോ? 3p ഇട്ടിട്ട് സബ് ഷെല്ലിൻ്റെ നൊട്ടേഷൻ എവിടെയാണോ അതിൻ്റെ തൊട്ട് മുകളിലാണ് എന്ത് വരിക? ഇലക്ട്രോണുകളുടെ എണ്ണം വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോണുകൾ എവിടെ എഴുതുക നമ്മൾ? പിയുടെ മുകളിൽ. ഒരിക്കലും പിയുടെ അടിയിലോ ദെൻ അതിൻ്റെ പിന്നിലോ അതിൻ്റെ റൈറ്റ് സൈഡിലോ ഒന്നും എഴുതരുത്. പിയുടെ മുകളിൽ നമ്മൾ ഘാതം എഴുതില്ലേ, അല്ലെങ്കിൽ റൈസ് ടു പവർ ഒക്കെ എഴുതില്ലേ, എന്ന പോലെ എഴുതണം. p2 വായിക്കേണ്ടത് p2 ആണ്. സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് എന്നൊന്നും വായിക്കരുത്. 3p3 വായിക്കുക. ക്ലിയർ? അപ്പോൾ ഇലക്ട്രോണുകൾ നമ്മൾ എവിടെ എഴുതുക?
സബ്ഷെല്ലിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ. ഓക്കെ, പവർ എഴുതുന്നത് പോലെയാണ് നമ്മൾ എഴുതുക. സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ എഴുതുക. ക്ലിയർ അല്ലേ? അത് തെറ്റിക്കരുത്. റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ അടിയിലോ അങ്ങനൊന്നും എഴുതരുത്. കറക്റ്റ് മുകളിൽ, പിയുടെ കറക്റ്റ് മുകളിലോ അങ്ങനൊന്നും എഴുതരുത്. പിയുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ഘാതം, വർഗം അല്ലെങ്കിൽ പവറുകളൊക്കെ എഴുതുന്ന പോലെയാണ് നമ്മൾ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. ഇനി നമുക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചിന്തിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ പെട്ടെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ആ ടാങ്ക് നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്നു. അതിൽ കുറേ ഇലക്ട്രോണുകളുണ്ട്. അല്ലെ, വെള്ളം എടുക്കണം, അതിൽ കുറേ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ ടാങ്ക് വെച്ചിരിക്കുന്ന ഹൈറ്റിനേക്കാളും താഴെ വരുന്ന ക്രമത്തിൽ, ഓക്കെ, അതായത് താഴെയാണ് നമ്മളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി എല്ലാ അറേഞ്ച്മെൻറ്റൊക്കെ താഴെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് കുറച്ച് സ്റ്റെപ്പുകളിലായിട്ട് കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ചെറിയ പാത്രം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഒരു പാത്രം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കുറച്ച് മുകളിലായിട്ട് വീണ്ടും ഒരു പാത്രം, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകളിലായിട്ട് ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ പാത്രങ്ങളൊക്കെ എങ്ങനെ കണക്റ്റഡ് ആണ്? നമ്മൾ ഓരോ പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിലെ പാത്രം, രണ്ടാമത്തെ സ്റ്റെപ്പിലെ പാത്രം ഒരു പൈപ്പ് വെച്ച് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിലെ പാത്രം മൂന്നാമത്തെ സ്റ്റെപ്പിലെ പാത്രമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒരു എന്താ പറയുക, ഒരു 5-10 പാത്രങ്ങളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്റ്റെപ്പായിട്ട് വരുന്നു. അതിൽ 10 പാത്രം ഉള്ളൂ വെച്ചാൽ, ഒരു 5 പാത്രം ഉള്ളൂ വെച്ചാൽ അഞ്ചാമത്തെ പാത്രം ഒരിക്കലും ടാങ്കിന് മുകളിലേക്ക് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് അടച്ചു വെച്ചിരിക്കുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ ലീക്ക് ചെയ്തൊന്നും പോവില്ല. ഓക്കെ, ക്ലിയർ? അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ടാങ്കിലെ പൈപ്പ് നേരെ ഒന്നാമത്തെ പാത്രമായിട്ട് അടിയിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ ടാപ്പ് തുറക്കുന്നു, പതുക്കെ. അപ്പോൾ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് വെള്ളം അതിലുള്ള ടാങ്കിലുള്ള വെള്ളം എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുക? ആദ്യം ഒന്നാമത്തെ പാത്രം നിറയും. പിന്നീട് ഒന്നാമത്തെ പാത്രത്തിലെ വെള്ളം നിറഞ്ഞ് കയറും രണ്ടാമത്തെ പാത്രത്തിലേക്ക്. പിന്നെ അടുത്തത് മൂന്നാമത്തെ പാത്രത്തിലായിരിക്കും വെള്ളം നിറയുക. അങ്ങനെ നാലാമത്തേൽ വെള്ളം നിറയും. അപ്പോൾ അടിയിൽ നിന്നാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെ ഒരു മെത്തേഡിലാണ് നമ്മൾ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഏറ്റവും ഊർജ്ജം കുറവുള്ളത് ഏതിനാണ്? 1s. അപ്പോൾ 1s ആദ്യം ഫില്ല് ചെയ്തു, 2s ഫില്ല് ചെയ്തു, 1s 2s 2p ഫില്ല് ചെയ്തു, 3s ഫില്ല് ചെയ്യണം, ദെൻ 3p ഫില്ല് ചെയ്യണം, പിന്നെ 4s ഫില്ല് ചെയ്യണം, പിന്നെ ദെൻ 3d ഫില്ല് ചെയ്യണം, 4p ഫില്ല് ചെയ്യണം. ക്ലിയർ? അപ്പം അതുപോലെ ഒരു ഒഴുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഇലക്ട്രോണുകൾ ഇങ്ങനെ അതിലിങ്ങനെ ഫില്ല് ചെയ്ത് വരണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, ഒന്നാമത്തെ സബ്ഷെല്ല് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തെ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണെ കൊടുക്കാവൂ. മനസ്സിലായോ? രണ്ടാമത്തെ ഷെല്ല് പൂർണ്ണമായും നിറഞ്ഞതിന് ശേഷമേ മൂന്നാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കാവൂ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ സബ്ഷെല്ല് പൂർണ്ണമായിട്ടും നിറഞ്ഞതിന് ശേഷം, ഇലക്ട്രോണുകളെ കൊണ്ട് നിറഞ്ഞതിന് ശേഷം മാത്രമേ നാലാമത്തെ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കാവൂ. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, ഉറപ്പിച്ച് വെച്ചിരിക്കേണ്ട കാര്യമാണ്. ഈ ആദ്യത്തെ പാത്രം നിറയാണ്ട് രണ്ടാമത്തെ പാത്രത്തിലേക്ക് കടക്കില്ല. അതുപോലെ തന്നെയാണ് ആദ്യത്തെ സബ്ഷെല്ല് നിറയാണ്ട് രണ്ടാമത്തെ സബ്ഷെല്ലിലേക്ക് അവൻ എന്ത് ചെയ്യില്ല? കടക്കില്ല. ഉറപ്പാണ്, 100%. കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ വീണ്ടും പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലോയിൽ വരും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സബ്ഷെൽ ഏതാ എനർജി കുറവുള്ളത്? 1s. ഓർഡർ പഠിച്ചിരിക്കണം കേട്ടോ, 1s. ഹൈഡ്രജന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമുക്ക് 1 ഇലക്ട്രോണേ ഉള്ളൂ. ആദ്യത്തെ മൂലകം അല്ലേ, 1 ഇലക്ട്രോണേ ഉള്ളൂ. ഒന്നാമത്തെ സബ്ഷെല്ലിലെ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്?
രണ്ടെണ്ണം. പക്ഷെ ഹൈഡ്രജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. കാരണം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, അവന്റെ കയ്യിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാ പരമാവധി ഉൾക്കൊള്ളുള്ളൂ. ഹൈഡ്രജന്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം എവിടെ കൊള്ളും? 1s കൊള്ളും. പരമാവധി 2 എണ്ണം കൊള്ളുന്നേ പറഞ്ഞുള്ളൂ. ഒരെണ്ണായാലും കൊള്ളും അവിടെ. കാരണം എന്താ? 2ലും ചെറുതല്ലേ ഉള്ളൂ. പക്ഷെ 3 ഇലക്ട്രോൺ കൊള്ളില്ല അവിടെ. ഓക്കെ, ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ അവിടെ ഫില്ല് ചെയ്യും. ഇനിയും സ്പേസ് ഉണ്ട് അവിടെ, ഇനി 1 ഇലക്ട്രോൺ കൂടെ കൊടുക്കാം. പക്ഷെ ഹൈഡ്രജന്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, 2 എണ്ണം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള 1 ഇലക്ട്രോൺ എവിടെ കൊടുക്കുന്നു നമ്മള്? ദെൻ ആദ്യത്തെ സെക്ഷനിലായിട്ടുള്ള 1s നമ്മൾ കൊടുക്കും. അപ്പൊ അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ 1s നമ്മള് മുകളിൽ എന്ത് എഴുതുന്നു? 1s 1. ക്ലിയർ? അപ്പൊ എങ്ങനെയാ നമ്മൾ സെക്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക? 1s1. ക്ലിയർ ആയോ? ഇനി ഹീലിയത്തിന്റെ കഥയിലേക്ക് വരുന്നു നമ്മള്. ഹീലിയത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉള്ളത്. ക്ലിയർ? അപ്പൊ ആദ്യത്തെ പാത്രത്തില്, ആദ്യത്തെ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോണുകളെ കൊള്ളുള്ളൂ. ഹീലിയത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോൺ എവിടെ കൊടുക്കുന്നു? ആദ്യത്തെ സബ് ഷെൽ 1s കൊടുക്കുന്നു. അപ്പൊ 1s ഞാൻ 1 ഇലക്ട്രോൺ ഇട്ടു. വീണ്ടും ഒരു സ്ഥലമുണ്ട്, 1 ഇലക്ട്രോൺ കൂടിയുള്ള 1 ഇലക്ട്രോൺ കൂടെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1 ഇലക്ട്രോൺ കൂടെ കൊടുത്തു. ഇനി അവിടെ കൊള്ളില്ല. അതോടുകൂടി ഹീലിയത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം കഴിഞ്ഞവിടെ 2 എണ്ണം ആ 1s കൊടുത്തു. ഇനി വേറെ ഇലക്ട്രോണും ഇല്ല, അപ്പുറത്തെ സബ്ഷെല്ലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ 1s2. എത്ര ഇലക്ട്രോൺ? 1s എത്ര ഇലക്ട്രോൺ? ഹീലിയത്തിന്റെ കേസിൽ 2. 1s2. മനസ്സിലായോ? ഇനി നോക്കുക, ലിഥിയത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അറ്റോമിക് നമ്പർ 3 ആണ്. 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 1s എന്ന് പറയുന്ന പാത്രം, 2s എന്ന് പറയുന്ന പാത്രം, 3s അങ്ങനെ അല്ല 2p എന്ന് പറയുന്ന പാത്രമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1s എന്ന് പറയുന്ന പാത്രത്തിൽ 2 എണ്ണം ഇട്ട് കൊടുത്തു. എന്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അപ്പൊ 1s എന്ന് പറയുന്ന പാത്രത്തിൽ ഞാൻ 2 ഇലക്ട്രോൺ ഇട്ട് കൊടുത്തു. ഇനി അവിടെ കൊള്ളില്ല ഇലക്ട്രോൺ. ഇനി ബാക്കി എന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. അതെടുത്ത് ഞാൻ 2s കിട്ടും. 1s 2 എണ്ണം, 2s 1 എണ്ണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 1s2, 2s1. ക്ലിയർ? 1s2, 2s1. മനസ്സിലായോ? നമ്മൾ ആ പാത്രം അങ്ങനെ അന്വേഷിച്ച് പോയാൽ, പാത്രം നോക്കി പോയാൽ മതി. ഒന്നാമത്തെ പാത്രത്തിൽ 2 എണ്ണം കൊടുക്കണം. രണ്ടാമത്തെ പാത്രത്തിൽ വീണ്ടും 2 എണ്ണം. മൂന്നാമത്തെ പാത്രത്തിൽ 6 എണ്ണം വരെ കൊടുക്കാം. നമുക്ക് വരാം അവിടെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് ബെറീലിയം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദെൻ ബോറോൺ ഒന്ന് നോക്കി നോക്കുക നമ്മൾ. ബോറോണിൽ എങ്ങനെയാ വരിക? ബോറോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പൊ എന്റെ കയ്യിൽ എത്ര ഉണ്ട്? 5 ഇലക്ട്രോണുകൾ ഉണ്ട്. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ സബ്ഷെല്ല് 1s ഒന്നാമത്തെ പാത്രത്തിൽ എത്ര എണ്ണം കൊടുക്കണം? 2 ഇലക്ട്രോൺ. ഒരെണ്ണം ഇട്ട് കൊടുത്തു, ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തു, നിറഞ്ഞു. ഇനി രണ്ടാമത്തെ പാത്രത്തിൽ ഒരെണ്ണം ഇട്ട് കൊടുത്തു, വീണ്ടും ഒരെണ്ണം ഇട്ട് കൊടുത്തു, അപ്പൊ നിറഞ്ഞു. അപ്പൊ എൻ്റെ ഉണ്ടായിരുന്ന 5 എണ്ണത്തിൽ 4 എണ്ണം 2 എണ്ണത്തിനായിട്ട് കൊടുത്തുട്ടോ. ഇനി എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. അത് അവിടെ ഇട്ട് കൊടുക്കണം. ഞാൻ 2pയിൽ ഒരെണ്ണം ഇട്ട് കൊടുത്തു. 2pയിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 6 എണ്ണം. പി അല്ലേ? 6 എണ്ണം കൊള്ളും. പക്ഷെ ഒരെണ്ണേ ഉള്ളൂ എൻ്റെ നിവർത്തികേടാ. ഒരെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ആ ഒരെണ്ണം അവിടെ ഇട്ട് കൊടുക്കുന്നു നമ്മള്. ദെൻ 2pയിലാ ഇട്ട് കൊടുത്തു. അപ്പൊ 2 എണ്ണം 1s, അടുത്ത 2 എണ്ണം 2s, അടുത്ത ഒരെണ്ണം 2pയിൽ ഇട്ടു. അപ്പൊ എങ്ങനെ വായിക്കുന്നത് നമ്മൾ? 1s2, 2s2, 2p1. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എഴുതാൻ? ഓക്കെ, കാർബണിന്റെ അതുപോലെ നമുക്ക് എഴുതാം. ഞാൻ അവിടെ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. നൈട്രജന്റെ ഒന്ന് നോക്കുക അവിടെ അല്ലേ? ഇതന്നെ എല്ലാം അത് തന്നെയാണ് ചെയ്യണം. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7. അപ്പൊ ആദ്യത്തെ പാത്രത്തിൽ ആദ്യത്തെ സബ്ഷെല്ലിൽ 1s ഒരെണ്ണം ഇട്ട് കൊടുത്തു, വീണ്ടും ഒരെണ്ണം ഇട്ട് കൊടുത്തു, അപ്പൊ അവിടെ 2 അവിടെ നിറഞ്ഞു. അടുത്ത പാത്രത്തിൽ 2s 2 എണ്ണം ഇട്ട് കൊടുത്തു, അവിടെ നിറഞ്ഞു. അടുത്ത 2pയിൽ ഒരെണ്ണം ഇട്ടു, 2 എണ്ണം ഇട്ടു, 3 എണ്ണം ഇട്ടു. ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് 1, 2, 3, 4, 5, 6, 7 എണ്ണം ഫില്ല് ചെയ്തു. 1s 2 എണ്ണം, 2s 2 എണ്ണം, 2pയിൽ 3 എണ്ണം. അപ്പോൾ 1s2, 2s2, 2p3. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇനി അതുപോലെ ഓക്സിജന്റെ കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ പാത്രത്തിൽ 1,
2. അടുത്ത പാത്രത്തിൽ 3 4. അടുത്ത പാത്രത്തിൽ 5 6 7 8. അവസാനത്തെ പാത്രത്തിൽ എത്ര ഇട്ടു എന്ന് ആലോചിച്ച് നോക്കിയേ. 1 2 3 4 5 6 7 8 4 ഇട്ടു. അപ്പൊ എന്തായി? 1:2 2:2 2p4. 1:2 2:2 2p4. ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ അതുപോലെ നിങ്ങൾക്ക് എല്ലാം അതും എഴുതി നോക്കാം. അതിൽ എക്സാമ്പിൾ ആയിട്ട് സോഡിയത്തിന്റെ കൊടുത്തിട്ടുണ്ട്. 1:2 2:2 2p6 3s1. ഓക്കെ. ഞാൻ അത് എഴുതിയത് ശരിയാണോ എന്നൊക്കെ അറിയാം കേട്ടോ നമുക്ക്. ക്ലിയർ? എങ്ങനെ അറിയാം നമ്മള്? അതില് സോഡിയത്തിന്റെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ എടുത്ത് പറയാം നമുക്ക്. 1s 2 2s 2, ആദ്യത്തെ പാത്രത്തിൽ 2, പിന്നത്തെ പാത്രത്തിൽ 2 ഇട്ട് കൊടുത്തു. ഞാൻ 2p എത്ര ഇട്ട് കൊടുത്തു? 6 ഇട്ട് കൊടുത്തു. കാരണം 1 ആദ്യത്തെ പാത്രം 1 2, രണ്ടാമത്തെ പാത്രം 3 4. ഞാൻ ആദ്യത്തെ പാത്രത്തിൽ പിന്നെ മൂന്നാമത്തെ പാത്രത്തിൽ 2p നമുക്ക് 6 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പൊ 4 ഇവിടെ കൊടുത്തു. 5 6 7 5 6 7 8 9 10. 10 വരെ ഇവിടെ കൊണ്ടു. ഏത്? മൂന്നാമത്തെ പാത്രത്തിൽ 2p കൊണ്ടു. ഇനി 11 ആവണം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ ഇനി ബാക്കിയുള്ളത് എവിടെ കൊടുക്കുക? നമ്മള് 3s. അടുത്ത ഏതാ പാത്രം അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ ഏതാ? 3s. അപ്പൊ അതില് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ നമ്മൾ അലൂമിനിയത്തിന്റെ എഴുതാം, ക്ലോറിന്റെ എഴുതാം, ആർഗന്റെ ഒക്കെ എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇനി നമുക്ക് ഓൾട്ടർ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നമുക്ക് അത്യാവശ്യം പീരിയോഡിക് ടേബിള് ഒന്ന് അവസാനത്തെ ഗ്രൂപ്പ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വളരെ എളുപ്പത്തിൽ എഴുതാനായിട്ട് പറ്റും. ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത് അതുപോലെയാണ് അതിനകത്ത്. ഓക്കെ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ 18th ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ഒന്നാമത്തെ പീരീഡിലെ ഹീലിയം, രണ്ടാമത്തെ പീരീഡിലെ നിയോൺ, മൂന്നാമത്തെ പീരീഡിലെ ആർഗൺ, നാലാമത്തെ പീരീഡിലെ ക്രിപ്റ്റൺ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ കൊടുത്തിരിക്കുന്നു. ക്ലിയർ? അത് പഠിച്ചു വയ്ക്കണം നമ്മൾ. ഇനി നോക്കുക, ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. ക്ലോറിൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 17 ഇലക്ട്രോൺ. അപ്പൊ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ വരണം? 1s2 2s2 2p6 2 2 6. 2 2 4 6 10. ഇനി ഒരു 7 ഇലക്ട്രോണും കൂടി ഉണ്ട്. അത് ഏത് സെക്ഷനിലേക്ക് വരിക? 3s 3p. ശരിയല്ലേ? 3s 3p വരും. 3s 2 3p ബാക്കിയുള്ള 5. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. 11 12 3s. ബാക്കി വരുന്ന 15 16 17 അവിടെ വരാനുള്ളത്. സോറി, 12 കഴിഞ്ഞിട്ട് 13 14 15 16 17 വരെയുള്ള 5 ഇലക്ട്രോണുകളെ 3p ഉൾക്കൊള്ളും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല ഇലക്ട്രോൺ വിന്യാസം. അതില് 1s2 2s2 2p6 അത്രയും ഭാഗം കൊടുക്കണം. ആ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തും. ക്ലോറിന്റെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതിൽ ക്ലോറിൻ 17, അതിന്റെ രണ്ടാമത്തെ കോൺഫിഗറേഷൻ. അതിൽ റെഡ് കൊണ്ട് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, 1s2 2s2 2p6. ക്ലിയർ? അത്രയും ഭാഗം ആരുടെ ഇലക്ട്രോൺ വിന്യാസമാണ്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണെന്ന് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് നോക്കിയേ. ഓക്കെ. നിയോണിന്റെ അല്ലേ? നിയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയപ്പുറത്ത് 1s2 2s2 2p6. അപ്പോൾ ഇവിടെ പറഞ്ഞ റൈറ്റ് സൈഡിൽ പറഞ്ഞ രണ്ടാമത്തെ റോയിൽ പറഞ്ഞ ആ റെഡ് ഭാഗം ആരുടെ കോൺഫിഗറേഷൻ? നിയോണിന്റെ കോൺഫിഗറേഷൻ. സോ അത്രയും ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ നിയോണിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടാം. അപ്പൊ നിയോണിന്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിയോണിന്റെ കോൺഫിഗറേഷൻ ആണെന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ക്ലോറിൻ അതിന്റെ അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ചുരുക്കി ആ 1s2 2s2 2p6 പകരം നിയോണിന്റെ കോൺഫിഗറേഷൻ ബ്രാക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പൊ എങ്ങനെ വായിക്കാം? ക്ലോറിൻ 17ാമത്തെ എലമെന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് നിയോൺ അതിന്റെ കൂടെ 3s2 3p5. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഒരു ഓൾട്ടർ റെപ്രസെന്റേഷൻ ആണ്. അത് നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്കൊന്ന് രണ്ടെണ്ണം അങ്ങനെ ചെയ്ത് നോക്കാം.
സ്കാൻഡിയത്തിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അതിൽ ആ കാൽസ്യത്തിൻ്റെ ഒന്ന് നോക്കാം നമുക്ക്. ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാൽസ്യത്തിൻ്റെ 1s2 2s2 2p6 3s2 3p6 4s2 അല്ലേ? അതിൽ 3p6 വരെയുള്ള കോൺഫിഗറേഷൻ ആരുടെയാണെന്ന് നോക്കാം. ആ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻ ആരെയാണെന്ന് നോക്കിയേ, 3s2 3p6. അത് ആർഗണിൻ്റെ കോൺഫിഗറേഷൻ വന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ എന്ത് കൊടുക്കാം, അത്രയും ഭാഗത്തിന് ആ ബ്ലൂ ലെറ്റർ, അതായത് ഇവിടെ കാൽസ്യത്തിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്ന ആ ബ്ലൂ ലെറ്റേഴ്സ്, ബ്ലൂ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എനിക്ക് ആർക്ക് കൊടുക്കാം, ദെൻ ആർഗണിൻ്റെ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. സോ ആർഗൺ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നു, 4s2. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സംഗതി. കിട്ടിയോ? അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ 2-3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, ഈ ഓർഡർ 1s 2s 2p 3s 3p 4s 3p. പിന്നെ ആ ഇലക്ട്രോണുകൾ തന്നെ എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ പരമാവധിയാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ പഠിക്കുക, അത് എഴുതാനായിട്ട് പഠിക്കുക. എങ്ങനെയാണ് 3pയിൽ 3 ഇലക്ട്രോൺ റൈറ്റ് സൈഡിൽ മുകളിലാണ് എഴുതുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ടുള്ളത് പഠിച്ചു എന്നർത്ഥം. പക്ഷെ നന്നായിട്ട് തറാവണമെങ്കിൽ കൂടുതൽ മൂലകങ്ങളെടുത്ത് നമ്മൾ എഴുതി നോക്കണം. ഓക്കെ. അപ്പോൾ അതിൽ അവസാനത്തെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓൾട്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളത് നന്നായിട്ട് എഴുതി പഠിക്കണം. ഇതിലെ ഹോംവർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി അധികം ഹോംവർക്ക് തരാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആകെ ഇലക്ട്രോൺ സബ്ഷെല്ലുകളുടെ എനർജി കൂടി വരുന്ന ഓർഡർ, ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ പരമാവധി ഉൾക്കൊള്ളും, അതെങ്ങനെ എഴുതണം, ഇത്രയും 3 കാര്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ കാര്യം ഒന്നുകൂടെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിലുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു.